എല്ലാ ബിസിനസ്സുകാരും വിചാരിച്ചേക്കുന്നത് സെയിൽസ് കൂടണമെങ്കിൽ ഒരു സെയിൽസ് ടീമോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാൽ മാത്രം മതിയെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കേരളത്തിലെ ഒരു 90% ആൾക്കാരും പലപ്പോഴും ചിന്തിക്കുന്നത് സെയിൽസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പോരെ, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ എന്നുള്ളത്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു മൾട്ടിപ്പിൾ സ്റ്റോർസ് ഉള്ള ഒരു റീറ്റെയിൽ ചെയിനെ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ ഞങ്ങളെ വിളിച്ചത് സെയിൽസ് കൺസൾട്ടിങ്ങിന് വേണ്ടിയാണ്. പക്ഷെ ഞങ്ങൾ സെയിൽസ് കൺസൾട്ടിങ് ചെയ്തപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോറുകളിലൊന്നും പ്രോപ്പറായിട്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമർ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ സ്റ്റാഫ് ഇല്ലാതെ സെയിൽസ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആദ്യം സെയിൽസ് കൂടണമെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ശരിയാക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ HR ഡിപ്പാർട്ട്മെന്റ് ടൈം ഇൻവെസ്റ്റ് സിസ്റ്റമാറ്റിക് ആക്കി HR ഡിപ്പാർട്ട്മെന്റ് റെഡിയാക്കി. സോ അപ്പോൾ സ്റ്റാഫ് എല്ലായിടത്തും കറക്റ്റായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സെയിൽസ് ഇഞ്ചി കൂടുമെന്ന്. പിന്നെ നമുക്ക് അത് സെയിൽസിന് വേണ്ടി പിന്നെ ആക്ടിവിറ്റി ചെയ്തപ്പോൾ അടുത്ത പ്രശ്നം വന്നു. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്റ്റോക്കില്ല. അതായത് കസ്റ്റമർ ഷോപ്പിൽ വരുന്നുണ്ട്, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ ഇൻവെന്ററി നോക്കുമ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ മേജർ പ്രശ്നം എന്താ, സെയിൽസിനനുസരിച്ചുള്ള സ്റ്റോക്ക് പ്ലാനിങ് അവിടെ ഇല്ല. അപ്പോൾ സെയിൽസ് എന്താണോ നടക്കുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യാന്നുള്ളതും അതിനനുസരിച്ച് എങ്ങനെ പ്ലാനുകൾ അവയർനെസ് അവർക്കില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഡ്യൂട്ടി എന്തായിരുന്നു, സെയിൽസിനനുസരിച്ചുള്ള ഒരു സ്റ്റോക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് സെയിൽസിന് വേണ്ടി സ്റ്റോക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് കഴിയുമ്പോൾ സെയിൽസ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സെയിൽസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത പ്രശ്നം വന്നു, എന്താണ്, പല ഷോപ്പുകളിലും കസ്റ്റമർ വാക്കിംഗ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലീഡ്സ് ഇല്ലാത്തതാണ് ചലഞ്ച് എന്നല്ല. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റോട് ചോദിച്ചു നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാത്തത്. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ക്യാഷ് ഫ്ലോ ഇല്ല, അതുകൊണ്ട് ക്യാഷ് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയാൽ മാത്രമേ അവിടെ നിന്ന് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അടുത്ത പ്രശ്നം എന്താ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് സിസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിൽസിലോട്ട് വരുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ അവിടെ വിളിച്ചത് എന്തിനാണ്, സെയിൽസിന് വേണ്ടി. പക്ഷെ ഞങ്ങൾ എത്ര ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ചെയ്തു, ഞങ്ങൾ HR കറക്റ്റ് ചെയ്തു, ഇൻവെന്ററി കറക്റ്റ് ചെയ്തു, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ചെയ്തു, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സെയിൽസ് കൂടണമെങ്കിൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ സെയിൽസ് കൂടുള്ളൂ. അല്ലാതെ സെയിൽസ് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും കൂടാൻ പറ്റില്ല. അപ്പോൾ ഒരു ബിസിനസ്സിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും കറക്റ്റായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് ആ കൺസൾട്ടിങ്ങിന് ശേഷം കൃത്യമായിട്ട് മനസ്സിലായതും അതവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റിയത്.